ഹായ് വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. അപ്പോൾ ഇന്ന് ഓണം സീരീസിലെ പാർട്ട് 3 മേക്കിംഗ് ആണ്. ഇന്ന് നമ്മൾ ഗോൾഡൻ കളർ വെച്ചിട്ടല്ല ചെയ്യുന്നത്, ഒരു റെഡ് സ്ട്രോക്കിംഗ് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കമ്പി ഇതേപോലെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്ലവറിൻ്റെ പെറ്റൽസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ സ്ട്രോക്കിംഗ് ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ നൂലുകൊണ്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്ലോത്തിന് സ്ട്രോക്കിംഗ് ക്ലോത്ത് എന്നാണ് പറയുക. അപ്പോൾ ഇതേപോലെ നമ്മൾ സൂചി നൂല്, സാധാ നൂലാണ്, അത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. ബാലൻസ് വരുന്ന സ്ട്രോക്കിംഗ് ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തന്നെ നമ്മൾ ഒരു 3-4 പെറ്റൽസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ എല്ലാ പെറ്റൽസും കൂടി അടുപ്പിച്ച് വെച്ചിട്ട് ഒരു ഫ്ലവറാക്കി ഒന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമുക്ക് ഈ ഓരോ പെറ്റൽസിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാനിവിടെ നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലത്തെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യണത്. എല്ലാ പെറ്റൽസും അതുപോലെ ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെറ്റൽസിൻ്റെ ഷേപ്പ് മാറ്റാവുന്നതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് വേറൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് B7000 ഗം യൂസ് ചെയ്യുക, എല്ലാ ഫ്ലവേഴ്സ് വേഗം പറഞ്ഞു പോരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതും കൂടി ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വീണ്ടും ഞാൻ ഇതേപോലെ ഒരു കമ്പി എടുത്തിട്ട് അതിലേക്ക് ഈ ഗോൾഡൻ ബീഡ്സ് ഇതേപോലെ കോർത്ത് കൊടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ നമ്മൾ 3 ബീഡ്സാണ് കോർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരുപാട് ബീഡ്സൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബീഡ്സ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഇതിന് ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 3 എണ്ണം എടുക്കുന്നുള്ളൂ. അതേപോലെ ഞാൻ 4 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ബ്രാഞ്ച് പോലെ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 4 എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം ഷീറ്റിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഫോം ഷീറ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇനി നോക്കിക്കോളൂ, B7000 ഗം അപ്ലൈ ചെയ്യണത് ഇതേപോലെ 4 സൈഡിലും വരച്ചു കൊടുത്തിട്ട് അവിടെ ഗം വെച്ചിട്ട് ഇതേപോലെ ഒട്ടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഗം അപ്ലൈ ചെയ്യണതെന്ന് കാണിക്കുന്നുണ്ട്. പലർക്കും പരാതിയുണ്ട്, ഗം ഒട്ടിക്കുന്നത് കാണിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടേക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഫ്ലവർ വെച്ച് കൊടുത്തു. ഫ്ലവർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് അമർത്തി പിടിച്ചു കൊടുക്കണം. ഒരു മിനിറ്റോളം നമ്മൾ അങ്ങനെ വയ്ക്കുമ്പോൾ അത് അവിടെ ഒട്ടി പിടിക്കും. പിന്നെ നമ്മൾ നടുവിലൊരു ബീഡ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഗം ഒട്ടിച്ചു കൊടുത്തു. നടുവിൽ ബീഡ്സും കൂടി വെച്ചു. ഇതെല്ലാം കൂടി ഞാൻ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കാം. അത് ഒട്ടിക്കഴിഞ്ഞാൽ മാത്രം കൈ എടുക്കുക. ദെൻ ഇത് ഇളക്കാൻ പാടില്ല കേട്ടോ. ഒരു ദിവസം ഇളക്കാതെ അവിടെ വയ്ക്കുക. പിറ്റേ ദിവസത്തേക്ക് നല്ല റിസൾട്ടായിരിക്കും. നല്ല അടിപൊളിയായിട്ട് ഒട്ടി നിൽക്കും. ഇതേപോലത്തെ നമ്മൾ 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് ടിക് ടാക്കിൽ അറ്റാച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.